ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى رب اشرح لي صدري ويسر لي أمري വഹലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇസങ്ങളുമൊക്കെ ഖുർആൻ പരിശോധിക്കുകയാണ്. എങ്ങനെയാണ് ഖുർആനെ വിമർശിക്കുവാനും നിന്ദിക്കുവാനും ചോദ്യം ചെയ്യുവാനും സാധിക്കുന്നവോ അതെല്ലാം അരിച്ച് പുറക്കി നോക്കുകയാണ്. വലിയ വലിയ ബുദ്ധിജീവികൾ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കേരളത്തിൽ പോലും ഖുർആനെ വിമർശന വിധേയമായ പഠനങ്ങൾ നടത്തുന്ന സ്റ്റഡികൾ ധാരാളമായി നമ്മുടെ പരിസരങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇടക്ക് ഖുർആന്റെ ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ ഖുർആൻ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്.
ഖുർആന്റെ പ്രഖ്യാപനം എന്താ? ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. സൂറത്ത് ഇസ്രാഇന്റെ 9-ാമത്തെ ആയത്ത്. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായിട്ടും ഈ ഖുർആൻ, യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് ഈ ഖുർആൻ വഴി കാണിക്കുന്നു. ഇത് ഖുർആന്റെ ഒരു അവകാശവാദമാണ്. ഖുർആനാണ് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, വഴിയിലേക്ക്, മാനവികതക്ക് വഴി കാണിക്കുന്നത്. വേറെ ആർക്കും ആ വഴി കാണിക്കാൻ സാധ്യല്ല. സൂറത്തുൽ ബഖറയിൽ ഖുർആൻ പറഞ്ഞത് ഹുദൻ ലിന്നാസ്. ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത് എന്താ? ഹുദൻ ലിന്നാസ്, മനുഷ്യന് വേണ്ടിയിട്ടുള്ള സന്മാർഗം. ഖുർആൻ മനുഷ്യന്മാർക്ക് ആകമാനം വേണ്ടിയിട്ടുള്ള സന്മാർഗം. ബഖറയിൽ തന്നെ കാണാം ഹുദൻ ലിൽ മുത്തഖീൻ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഉള്ള മാർഗദർശനം. മനുഷ്യർക്കുള്ള മാർഗദർശനം, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള മാർഗദർശനം. ഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയും മാർഗദർശനവും. ഹുദം വറഹ്മതൻ ലിൽ മുഹ്സിനീൻ, സച്ചരിതരായ മനുഷ്യന്മാർക്ക് മാർഗദർശനം വേണമോ? അത് ഖുർആനാണ്. വഹുദം വബുശ്റാ ലിൽ മുസ്ലിമീൻ, പടച്ചവന് കീഴൊതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ അവർക്കുള്ള ഹുദ, ഗൈഡൻസ്, മാർഗദർശനം എന്താ? ഖുർആനാണ്. അത് ഖുർആന്റെ അവകാശവാദമാണത്. ഖുർആൻ മാനവികതയിൽ ഏതൊക്കെ തരത്തിലും തട്ടിലുമുള്ള ആളുകളുണ്ടോ അവർക്കെല്ലാം വെളിച്ചം പകരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ, ഹുദയാണ്, ഗൈഡൻസ് ആണ് എന്ന് ഖുർആൻ പറയാ. ഇവിടെ നമ്മുടെ നാട്ടിൽ ഖുർആൻ വിമർശനങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുക, തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഇടക്ക് നിന്നിട്ട് ഖുർആൻ അവകാശപ്പെടുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശപ്പെടുക. ഇതാണ് മാർഗദർശനം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ്, അതിലൊരു സംശയത്തിനിടയില്ല. ഈ ഗ്രന്ഥം ഇതിലൊരു സംശയത്തിനും ഇടയില്ല. ഇത് ഗൈഡൻസ് ആണ്. ആർക്ക്? പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനുമുള്ള ഗൈഡൻസ് ആണ് ഇത് എന്നുള്ള പറയാം. ഇതാണ് ഖുർആന്റെ ഒരു പ്രത്യേകത. ഖുർആൻ കാണിക്കുന്നതും വിളിക്കുന്നതും ചേർക്കുന്നതുമായ വഴി, അതിനേക്കാളും മികച്ച ഒരു വഴി മാനവികതയ്ക്ക് വേറെയില്ല, മനുഷ്യന്മാർക്ക് വേറെയില്ല. ഖുർആൻ ഒരു മനുഷ്യൻ അവൻ സ്വയം പരിശുദ്ധനാകണമെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ മാർഗം എന്താ? ഒരാൾക്ക് നന്നാവണം, ഒരാൾക്ക് വിശുദ്ധി പ്രാപിക്കണം, സന്മാർഗചാരിയാകണമെങ്കിൽ അവൻ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഖുർആൻ പറഞ്ഞു. സൂറത്ത് ഖസസിൽ കാണാം, വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. വമൻ അദല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? അല്ലാഹു ചോദിക്കുക, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള ഹുദയില്ലാതെ, ഗൈഡൻസ് ഇല്ലാതെ, മാർഗദർശനമില്ലാതെ സ്വന്തം ദേഹേച്ഛയെ പിൻപറ്റിയവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. അപ്പൊ ഏറ്റവും വഴിപഴിച്ചവൻ ആരാ? ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വഴികെട്ടവൻ ആരാണ്? സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റിയവൻ. എങ്ങനെ പിൻപറ്റിയവൻ? മിൻ ഗൈരി ഹുദൻ മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള ഹുദയില്ലാതെ. ബിഗൈരി ഹുദൻ മിനല്ലാഹ്, പടച്ചവനിൽ നിന്നുള്ള ഹുദയില്ലാതെ എന്ത് ചെയ്തു? സ്വന്തം ഇച്ഛയെ പിൻപറ്റിയവനാണ് ഏറ്റവും വഴികെട്ടവൻ. ഏറ്റവും വഴികെട്ടവൻ അവനാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സന്മാർഗം പ്രാപിക്കണമെങ്കിൽ ഖുർആൻ പറയാ ഫഅമ്മാ മൻ തഗാ, ആരാണ് അതിര് കവിഞ്ഞവൻ? വആസറൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തവൻ ആരാണ്? ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ, അവന് ചെന്നു ചേരാനുള്ള സങ്കേതം കത്തിജ്വലിക്കുന്ന നരകമാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ആരാണ് ഭയപ്പെടുന്നത്? വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛയെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഫഇന്നൽ ജഹന്നമ ഹിയൽ മഅവാ, അവന് ചെന്നു ചേരാനുള്ള സങ്കേതം സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. സ്വന്തം ഇച്ഛയെ നിയന്ത്രിക്കണം,
സ്വന്തം ഇച്ഛയെ നിയന്ത്രിക്കണം, സ്വന്തം ഇഷ്ടങ്ങളെ പരിശോധിക്കണം. എന്നിട്ട് ആ ഇഷ്ടങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ? ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകപ്പാടൊരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതാ. ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ഇഷ്ടങ്ങളൊക്കെ അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ പടച്ചവൻക്ക് ഇഷ്ടമുള്ളതാണെന്ന് നോക്കണം, പടച്ചവൻ ഇഷ്ടമുള്ളതാണെന്ന് നോക്കണം. പടച്ചവൻ ഇഷ്ടമുള്ളതാണെങ്കിൽ എനിക്ക് ആ ഇഷ്ടം ആസ്വദിക്കാം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലെങ്കിലോ ആ ഇഷ്ടത്തെ ഞാൻ കളയുക, ആ ഇഷ്ടത്തെ ഞാൻ മാറ്റിവെക്കുക, ആ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ മാറി നടക്കുക. അതല്ല പടച്ചവനും ഇഷ്ടമില്ലാത്ത, പടച്ചവനും വെറുപ്പുള്ള ഒരാഗ്രഹമാണ് എന്നിലുള്ളതെങ്കിൽ അവനാണ് ത്വഗ എന്ന് പറഞ്ഞാൽ എന്താ? അതിര് കവിഞ്ഞു പോവാ. നദി പിന്നെ വെള്ളം നിറഞ്ഞ് തേട്ടി കരയിലേക്ക് വെള്ളമെടുക്കുന്ന അവസ്ഥയാണ് ത്വഗ എന്ന് പറയാം. അതിര് കവിയുക. ആരാണ് അതിര് കവിഞ്ഞവൻ? അതിര് കവിയാനൊന്നുമില്ല. നമ്മൾ വിചാരിക്കും വലിയ പാപങ്ങളൊക്കെ ചെയ്യണം അതിര് കവിയണമെങ്കിൽ. കേട്ടാൽ അറക്കുന്ന, വെറുക്കുന്ന, നെറ്റി ചുളിക്കുന്ന പാപങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയാലേ നമ്മൾ ത്വഗ ആവുള്ളൂ എന്നാ വിചാരിച്ചത്. അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അങ്ങനെയല്ല, നിങ്ങളെ ഇഷ്ടം പോലെ ജീവിച്ചാൽ മതി. അവനാണ് അതിര് കവിഞ്ഞു പോയവൻ. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുക. എനിക്ക് എന്തൊക്കെ പൂതിയുണ്ടോ ആ പൂതിയൊക്കെ നടപ്പാക്കാം. അവൻ അതിര് കവിഞ്ഞു. അവൻ ദുനിയാവിന്റെ രസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ദുനിയാവിന്റെ രസങ്ങൾ. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് നന്മയുടെ അടിസ്ഥാന മൂലകാരണങ്ങളും തിന്മയുടെ അടിസ്ഥാന മൂലകാരണങ്ങളും വിശദീകരിക്കുന്ന കാണാം തഫ്സീറുകളിൽ. മുഫസ്സിറുകൾ പറഞ്ഞെന്തറിയോ? ഒന്ന്, അതിൽ നിന്നുണ്ടാകുന്ന എല്ലാം തിന്മയാണ്. എന്താ? ഫഅമ്മാമൻ ത്വഗ, അതിര് കവിയുക. വആസറൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിന് വഴിവിട്ട പ്രാധാന്യം കൊടുക്കുക. അങ്ങനത്തെ ഒരു ചിന്തയുള്ളവൻ, അങ്ങനത്തെ ഒരു ജീവിതമുള്ളവൻ, അങ്ങനത്തെ ഒരു രൂപത്തിൽ നടക്കുന്നവൻ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, അവന് എന്തായാലും നരകത്തിൽ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കുള്ള ജീവിത സങ്കേതമാണ് പടച്ചവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, രണ്ടാമത്തേത് എന്താ? അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ പേടിക്കുക. വനഹൻ നഫ്സ അനിൽ ഹവ, സ്വന്തം മനസ്സിനെ ഇച്ഛയിൽ നിന്ന് മാറ്റി നിർത്തുക. ഈ രണ്ടിൽ നിന്നും നന്മ ഉണ്ടാവും. ദുനിയാവിനോടുള്ള ആഗ്രഹത്തിൽ നിന്നും ത്വഗ, അതിര് കവിയുന്നതിൽ നിന്നും എന്തേ സംഭവിക്കൂ? തിന്മ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. പടച്ചവന്റെ മുൻപിൽ നിൽക്കുന്നതും മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ നിന്നും ആ ക്യാരക്ടറിൽ നിന്ന് എന്തേ ഉണ്ടാവുകയുള്ളൂ? നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തഫ്സീറുകൾ ഇങ്ങനെ വിശദീകരിച്ചു തരും, തഫ്സീറുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? പ്രത്യേകിച്ച് ഒന്നുമില്ല. നീ അതിര് കവിഞ്ഞവനാകാൻ, നീ വഴികെട്ടവനാകാൻ, നീ നരകാവകാശിയാവാൻ നിന്റെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചാൽ മതി. നീ അവിടെ എത്തിക്കോളും. അല്ലാതെ നീ വലിയ വലിയ പാപങ്ങൾ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകണം എന്നില്ല. നോക്കൂ, ഈ കാലഘട്ടത്തിൽ ഇസ്ലാം ഏറ്റവും അധികം മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ടാ, ദേഹേച്ഛ കൊണ്ടാണ്. നമ്മൾ പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ട കാലുണ്ട് മുസ്ലിമീങ്ങൾ. യുദ്ധം, സമാധാനമില്ലാത്ത അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട കാലുണ്ട് മുസ്ലിങ്ങൾക്ക്. അതുപോലെ തന്നെ സമ്പത്തില്ലാതെ പരീക്ഷിക്കപ്പെട്ട കാലുണ്ട്. അടിമകളാക്കി വെച്ച് പരീക്ഷിക്കപ്പെട്ട കാലുണ്ട് മുസ്ലിം സൊസൈറ്റിക്ക്. എന്നാൽ ഈ കാലഘട്ടത്തിലെ മുസ്ലിം സൊസൈറ്റിക്ക് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഇതാണ്. ചുറ്റുപാടും മോഹിപ്പിക്കുന്ന, ഇച്ഛകളെ സ്വാധീനിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്ന ജീവിതം നമുക്ക് ചുറ്റും നിൽക്കാം. ഇവിടെ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം, പടച്ചവന് ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടവും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കണം. അതാണ് ഇസ്ലാം പറഞ്ഞത്. വലിയ പാടുള്ള പണിയാണത്, നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണത്. ഖുൽ, പ്രവാചകരെ പറഞ്ഞുകൊടുക്ക്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുഖി എന്റെ ആരാധനാ കർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ, വമഹ്യായ എന്റെ ജീവിതം, വമമാതി എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. ഞാൻ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് അങ്ങനെ ആക്കണം. എന്റെ ജീവിതം എന്റെ സുഖങ്ങൾ തേടിയിട്ടല്ല, എന്റെ രസങ്ങൾ തേടിയിട്ടല്ല. എനിക്ക് ഒരുപാട് ആസ്വദിക്കാനുണ്ട്. നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മളെ ഈമാൻ അങ്ങനെയാണ്, ഈമാൻ ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്ന് നമ്മളെ വേർതിരിക്കാൻ പോണത് എങ്ങനെയാണെന്നറിയോ? എത്ര ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ചു എന്ന് നോക്കിയിട്ടാ. നമുക്കതിന് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എത്ര ഇഷ്ടങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എത്ര ഇഷ്ടങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് ഞാൻ നോക്കണം. പടച്ചവൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര എനിക്ക് മാറ്റാൻ കഴിയുന്നു, അത് എത്ര ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നു, അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഈമാനുള്ളവനായിട്ട് അംഗീകരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏറ്റവും വൃത്തികേടുകളിലേക്ക് ആസ്വാദനം അങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ഏറ്റവും വൃത്തികേടിലേക്ക്. പ്രത്യേകിച്ച് പഴയ കാലത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താ? സ്ത്രീകളെപ്പോലും നേർക്ക് നേരെ, സ്ത്രീകളെപ്പോലും പിഴച്ച ആശയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാലഘട്ടമാണിത്. പഴയ കാലത്ത് ആശയപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ പുരുഷന്മാരെയാണ് കൂടുതൽ ബാധിച്ചിരുന്നത്. ആശയപരമായ, ആദർശപരമായ, ജീവിത വീക്ഷണപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ പുരുഷനെയാണ് കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഏറെക്കുറെ രണ്ടു കൂട്ടരും ഒരുപോലെയാണ് അവർ ഈ ആശയതലത്തിലുള്ള വ്യതിയാനങ്ങളിലേക്ക് പോകുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ വിവാഹ സങ്കല്പത്തെപ്പറ്റി താല്പര്യമുള്ള, അതൊരു നന്മയാണ്, എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? ആലോചിക്കുക, എത്ര പെൺകുട്ടികളുണ്ട് വിവാഹം എന്നുള്ളതിനെ, മാരേജ് എന്നുള്ളതിനെ വളരെ മോശമായ, സ്ത്രീയുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന, അവളെ തടവറകളിൽ പൂട്ടിയിടുന്ന, പുരുഷന്റെ അടിമത്തത്തിന്റെ ചങ്ങലകൾ അണിയിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് വിവാഹത്തെ പരിചയപ്പെടുത്തി നിരന്തരമായിട്ട് ഈ സൊസൈറ്റിയിൽ നിരന്തരമായി സ്ത്രീകളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് സംഭവിച്ചതെന്താ? വിവാഹ ജീവിതം ഒരു പഴയ ഏർപ്പാടാണ്. വെറുതെ എന്റെ സ്വാതന്ത്ര്യത്തിന് ചങ്ങല ഞാൻ തന്നെ ഇട്ടുകൊടുക്കലാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. എനിക്ക് സ്വാതന്ത്ര്യം വേണമോ? വിവാഹം ഇല്ലാതിരിക്കണം. പകരം നമുക്കൊരു ഓപ്ഷൻ തന്നു. എന്താ? വിവാഹമില്ലാത്ത ജീവിതത്തിന് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് പുതിയ കാലഘട്ടം സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് പെണ്ണിനെ ചതിച്ചു കളഞ്ഞത്? ആനന്ദ ജീവിതത്തിന്റെ പേര് പറഞ്ഞ് സ്ത്രീയെ വഞ്ചിച്ചത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാലോ, ആണും പെണ്ണും ജീവിക്കാൻ ഏതെല്ലാം രീതികളുണ്ട്. ആ രീതികളിൽ നിന്ന് റബ്ബ് തെരഞ്ഞെടുത്തത് ഒന്നാണ് നിക്കാഹിലൂടെ, മീസാഖൻ ഗലീള, ഫലവത്തായ കരാറിലൂടെ ആണും പെണ്ണും ഒന്നിക്കാൻ പാടുള്ളൂ. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടണമെങ്കിൽ, ഒരു പുരുഷനെ ആസ്വദിക്കണമെങ്കിൽ 4 ആളുകളുടെ മുൻപിൽ വെച്ച് അവൻ സാക്ഷി വഹിക്കണം. എന്ത് സാക്ഷ്യം വഹിക്കണം? ജീവിതാന്ത്യം വരെ ഇവളെ ഞാൻ നോക്കിക്കൊള്ളാം, ഇവളുടെ ശാരീരികമായ, മാനസികമായിട്ടുള്ള എല്ലാ വളർച്ചകളും എല്ലാ ബാധ്യതകളും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ജീവിതാന്ത്യം വരെ നോക്കണം. നോക്കിയിട്ടില്ലെങ്കിൽ നരകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇതാണ് വിവാഹം ഖുർആൻ പറഞ്ഞത്. ഈ സങ്കല്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തത്. നോക്കൂ, ഒരു പുരുഷൻ എഴുതിയ ഗ്രന്ഥമാണ് ഖുർആനെങ്കിൽ, ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു പുരുഷൻ എഴുതിയ ഗ്രന്ഥമാണ് ഖുർആനെങ്കിൽ ഈ വിവാഹ സങ്കല്പം ഉണ്ടാവൂല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ഈ വിവാഹ സങ്കല്പം ഉണ്ടാവൂല. ജാഹിലിയ കാലത്തെ ഏർപ്പാടെന്താ? ജാഹിലിയ കാലത്തെ ഏർപ്പാടുകൾ എന്താ? വിവാഹമുണ്ട്. സാധാരണ എല്ലാ സൊസൈറ്റിയിലുള്ള പോലെ തന്നെ വിവാഹമുണ്ട്. ആ വിവാഹത്തിന് പുറമെ വ്യത്യസ്ത രൂപത്തിലുള്ള ഇണചേരൽ, സമ്പ്രദായം ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നു. ഇമാം ബുഖാരി ധരിച്ച ഹദീസിൽ തന്നെ കാണാം, നീ പറയുന്ന ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പല വേണ്ടാത്തരങ്ങളും ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. വൈഫ് സേപ്പിംഗ് ആ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ 3, 4, 5, 10 ആളുകൾ ഇണചേരുകയും ആ പെണ്ണ് പ്രസവിക്കുന്ന കുട്ടിയുടെ പാദം നോക്കിയിട്ട് പിതാവിനെ തീരുമാനിക്കുന്ന ഏർപ്പാട് അന്നുണ്ടായിരുന്നു. ഒരു പെണ്ണ് അവൾക്ക് ഇഷ്ടമുള്ള ആളുകളെ വരിക്കുകയും
അവളുടെ വീടിന്റെ മുന്നിൽ ഒരു കൊടി നാട്ടി വെക്കുകയും ആ കൊടി കണ്ടാൽ ആ ജാഹിലിയ കാലത്ത് അറബികൾക്ക് മനസ്സിലായി എണ ചേരാൻ വിളിക്കുന്ന പെണ്ണാണ്, സ്വതന്ത്രമായി ഇന്നത്തെ ഭാഷയിൽ പറയുമെങ്കിൽ ഒരു ഫ്രീ ബേർഡാണത് എന്നവന് മനസ്സിലായി, ജാഹിലിയ കാലത്തിലെ ഫ്രീ ബേർഡ്. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ എണ്ണ ചേരും, അങ്ങനെ പലരും വിളിക്കും. എന്നിട്ട് ആ പെണ്ണിന് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ഒരുത്തൻ തന്റെ കുട്ടിയുടെ പിതാവാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കും. എല്ലാ തോന്നിവാസം നിലനിന്ന ഒരു സൊസൈറ്റിയിൽ നിന്ന് മാരേജിനെ മാത്രം, വിവാഹത്തെ മാത്രം, നിക്കാഹിനെ മാത്രം ഇസ്ലാം എടുത്തു. ബാക്കിയെല്ലാം ശപിക്കപ്പെട്ട ഏർപ്പാടാണെന്ന് പറഞ്ഞു. ഇപ്പൊ പുതിയ ലിവിങ് ടുഗദർ. നിങ്ങൾ നോക്കൂ, ലിവിങ് ടുഗദർ എന്താ? വിവാഹം വേണ്ട, ഒരുമിച്ച് ജീവിച്ചാ പോരെ, ഒരുമിച്ച് ജീവിച്ചാ പോരെ. എന്നിട്ട് എന്ത് നടന്നു? ലിവിങ് ടുഗദർ പെണ്ണിന് എന്ത് സമ്മാനിച്ചു എന്നതിനെ പറ്റി ഒരു പഠനം ഇവിടെ നടന്നില്ല, സൊസൈറ്റിയിൽ നടന്നില്ല. എത്ര സ്ത്രീകളാണ് മക്കളുണ്ടായതിനു ശേഷം പുരുഷന്മാർ ഒഴിഞ്ഞുപോയത്? സ്വന്തം മക്കളെ വളർത്താൻ ആ പെണ്ണ് തനിച്ച് സിംഗിൾ പാരന്റ്സിനുണ്ടാക്കി. കേരളത്തിൽ വർദ്ധിച്ചു വന്ന സിംഗിൾ പാരന്റ് സമ്പ്രദായത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ലിവിങ് ടുഗദറാണ്. വേറെ കാരണങ്ങളുണ്ട്, വിവാഹമോചനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ലിവിങ് ടുഗദർ ഉണ്ടാക്കി. അവസാനം ഇതൊരു സാമൂഹിക പ്രശ്നമായപ്പോ ഹൈക്കോടതി ഇടപെട്ടു. നമ്മൾ വല്ലതും അറിഞ്ഞോ? നമ്മൾ പെൺകുട്ടികൾ ഇതറിഞ്ഞോ? ഹൈക്കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു ലിവിങ് ടുഗദറിന് കോൺട്രാക്ട് ഉണ്ടാക്കണം. ആളുകൾ ഇളകി, ലിബറലിസ്റ്റുകൾ ഇളകി, ഫെമിനിസ്റ്റുകൾ ഇളകി, സെക്യുലറിസ്റ്റുകൾ ഇളകി. അവര് പറഞ്ഞു എന്തിനാണ് ഒരു കോൺട്രാക്ട്, എന്നാ പിന്നെ കല്യാണം കഴിച്ചാ പോരെ. അപ്പോഴെങ്കിലും ചിന്തിക്കാനുള്ള ബുദ്ധി വേണ്ടേ? കോൺട്രാക്ട് ഇല്ലാതെ പെണ്ണിനെ ആസ്വദിക്കാനുള്ള ഏർപ്പാടാണ് ഈ ലിവിങ് ടുഗദർ. മാരേജ് ആണെങ്കിൽ പെണ്ണിന് കോടതിയിൽ പോകാം, ജീവനാംശം അവകാശപ്പെടാം, മരിക്കുന്നത് പോലെ അവളെ നോക്കിക്കൊള്ളണം, അവളെ മക്കളെ നോക്കിക്കൊള്ളണം എന്ന് കോടതിയിൽ നിന്ന് നിയമപരമായ സുരക്ഷ വാങ്ങാം. പക്ഷെ ഈ ലിവിങ് ടുഗദറിനോ സാധ്യല്ല, കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഒരു കോൺട്രാക്ട് വെച്ചൂടെ. പറ്റില്ല, ബഹളായി. നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ ലിവിങ് ടുഗദർ മാറി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ, ആർക്കാണ് ലാഭം? മാരേജിൽ നിന്ന് പെണ്ണ് ലിവിങ് ടുഗദറിലേക്ക് പോയപ്പോ ആരാണ് ആസ്വദിച്ചത്? ആരാണ് ലാഭിച്ചത്? ആണാണോ പെണ്ണാണോ? സിംഗിൾ പാരന്റിൽ ആണാണോ പെണ്ണാണോ കൂടുതൽ? ഈ ലിവിങ് ടുഗദർ വഴി സിംഗിൾ പാരന്റ് ആയിപ്പോയില്ലേ? വിവാഹമോചനല്ല, മറ്റൊന്നല്ല. ലിവിങ് ടുഗദർ വഴി പിന്നെ സിംഗിൾ പാരന്റ് ആയതിൽ എത്ര ശതമാനം ആണുങ്ങളുണ്ട്? എവിടെങ്കിലും ഉപ്പിലിടാൻ പോലും കിട്ടില്ല ആണുങ്ങളെ, ബാക്കിയൊക്കെ പെണ്ണുങ്ങള്. പുരുഷന്റെ ഒരു കെണിയാണിത്. ബാധ്യതകളില്ലാതെ ഇഷ്ടമുള്ള കാലമത്രയും പെണ്ണിനെ ആസ്വദിക്കാം, അതിനുശേഷം ഒഴിവാക്കിക്കളയാം. ഇത് അതിരുകവിച്ചലാണ്, ജാഹിലിയത്തിലെ അതിരുകവിച്ചൽ. ഇതുണ്ടല്ലോ, ദുനിയാവിന് അമിത പ്രാധാന്യം നൽകി ദുനിയാവിന്റെ സുഖങ്ങൾ തേടി ജീവിക്കുന്ന ജാഹിലിയ ജീവിതമാണ് ഈ ലിവിങ് ടുഗദർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ലിവിങ് ടുഗദറിന് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? രണ്ടുപേരും ഒരുമിച്ചാണ് ജീവിക്കുക. അപ്പൊ പെണ്ണിന്റെ ചെലവ് വഹിക്കണം. കല്യാണത്തിൽ മാരേജിൽ പോലെ തന്നെ പെണ്ണിന്റെ ചെലവ് വഹിക്കണം. വയ്യെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, ഫീസ് കൊടുക്കണം, മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, ഡ്രസ് വാങ്ങിച്ചു കൊടുക്കണം, വേറെ എന്തൊക്കെ അവളുടെ സാമ്പത്തിക ആവശ്യമുണ്ട് ഒക്കെ ചെയ്തു കൊടുക്കണം ലിവിങ് ടുഗദറിന്. അപ്പൊ ആണുങ്ങൾ പുതിയതൊന്ന് കണ്ടുപിടിച്ചു. എന്താ? ലിവിങ് അപ്പാർട്ട്മെന്റ് ടുഗദർ. പുതിയതാ, ഇപ്പൊ നമ്മൾ എറണാകുളത്ത് നടപ്പിലായിട്ടുള്ളൂ. ലിവിങ് അപ്പാർട്ട്മെന്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? നീ നിന്റെ അപ്പാർട്ട്മെന്റിലും ജീവിക്കുക, ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിലും ജീവിക്കുക. നിന്റെ അരി നീ വാങ്ങിച്ചോളണം, നിന്റെ ഭക്ഷണം നീ വാങ്ങിച്ചോളണം, നിന്റെ മരുന്ന് നീ വാങ്ങിച്ചോളണം, എന്റെ മരുന്ന്, ഭക്ഷണം, വസ്ത്രമൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. എനിക്കും നിനക്ക് ആഗ്രഹമുള്ളപ്പോ ഒന്ന് സമ്മേളിക്കുക, തിരിച്ച് അപ്പാർട്ട്മെന്റുകളിലേക്ക് പോവാ. ലിവിങ് അപ്പാർട്ട്മെന്റ് ടുഗദർ. ഒരു ബാധ്യതയില്ല. ആർക്കാ ലാഭം? ആർക്കാണ് ലാഭം? ആണിനാണോ പെണ്ണിനാണോ? ഇതിന്റെ പിറകിൽ പുരുഷ മേധാവിത്വം, പെണ്ണിനെ ചൂഷണം ചെയ്യാനുള്ള പുരുഷ മേധാവിത്വം, അതല്ലാത്ത ഒന്നുമില്ല എന്ന് തിരിച്ചറിയാൻ വിഡ്ഢികളായ ആധുനിക കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എടുക്കാൻ ചരക്കായിട്ട് മാറാണ്. ഈ യുവത്തൊക്കെ കഴിയുന്നൊരു കാലുണ്ടാവും. 4 ആണുങ്ങൾ മോഹിച്ച് നടക്കുന്ന, കൊണ്ടുപോകാമെന്ന് പറയുന്ന കാലുണ്ടാവും. ആ കാലത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാകും. നിങ്ങൾ നോക്ക്, 40 കഴിഞ്ഞ ഫെമിനിസ്റ്റുകളുടെ ലേഖനവും 40-ന് മുമ്പുള്ള ഫെമിനിസ്റ്റുകളുടെ ലേഖനവും നിങ്ങളൊന്ന് വിലയിരുത്തി നോക്ക്. അവരുടെ വരികളിൽ മാറ്റം കാണാം. സ്ത്രീയെ സംബന്ധിച്ച് മെൻസ്ട്രേഷനും ശേഷമുള്ള ജീവിതം ഉണ്ടല്ലോ,
ആ ജീവിതത്തെ കൂടി കാണാനുള്ള ഉൾക്കാഴ്ചയില്ല, അതുള്ള ഉൾക്കാഴ്ചയില്ല. എന്നിട്ടാണ് ഇതിൽ വന്നു വീഴുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജാഹിലിയത്തിൽ കാണാത്ത ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ. മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിൽ നടക്കാത്ത വ്യഭിചാരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ വേറൊന്നല്ല, പുതിയൊന്നും കണ്ടുപിടുത്തൊന്നുമില്ല. എല്ലാ തോന്നിവാസമുണ്ട്. അള്ളാഹു അവിടുന്ന് ഇങ്ങനെ പരിശുദ്ധരാക്കി മനുഷ്യരെടുത്തിട്ട് മനുഷ്യനെ പഠിപ്പിച്ചത് എന്താ അറിയോ? വനഫ്സിൻ വമാ സവ്വാഹ. അല്ലാഹു പറയാ, മനുഷ്യന്റെ നഫ്സിനെ, മനസ്സിനെ ചിട്ടപ്പെടുത്തിയവൻ. അവൻ പറയാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ. ആ മനുഷ്യന്റെ മനോഗതത്തിലേക്ക് അതിന്റെ ദുഷ്ടതയും അതിന്റെ തഖ്വയും നാം നിറച്ച്. രണ്ടുണ്ട്. മനുഷ്യന്റെ മനസ്സിൽ ദുഷ്ടതയുണ്ട്, മനുഷ്യന്റെ ആത്മാവിൽ ദുഷ്ടചിന്തയുണ്ട്, അതിന്റെ സൂക്ഷ്മ ചിന്തയുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ആത്മാവിനെ ആര് പരിശുദ്ധപ്പെടുത്തിയോ അവന് വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ആത്മാവിനെ ആര് പരാജയപ്പെടുത്തിയോ അവൻ പരാജയപ്പെട്ടു. അല്ലാഹു പറയാ, ആത്മവിശുദ്ധി നേടുക, ഈ തിന്മകൾ അധികരിക്കും. ഇനിയുള്ള കാലത്തതാ മനുഷ്യനെ മോഹിപ്പിക്കുന്ന, മനുഷ്യനെ ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഈ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും, നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തുണ്ടല്ലോ, പടച്ചോന്റെ മുമ്പിൽ നിൽക്കേണ്ട വരും എന്ന പേടി, ആ പേടി മനസ്സിലുണ്ടാവുക. ഇച്ഛയെ നിയന്ത്രിക്കുക. പടച്ചവൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടം എനിക്ക് വേണ്ട. അപ്പൊ ചില നഷ്ടം ഉണ്ടാവും അല്ലെ? നമ്മൾ ഇഷ്ടം കളയുമ്പോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടതൊക്കെ വേണ്ടെന്ന് വെക്കുമ്പോ മനുഷ്യനൊരു വേദനയുണ്ടാകും. ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു നഷ്ടബോധം ഉണ്ടാവും. മുഅ്മിൻ അതുണ്ടാവോ? നിങ്ങൾ നോക്കും, മുഅ്മിൻ അതുണ്ടാവോ? മുഅ്മിൻ അതുണ്ടാവില്ല. കാരണം എന്താ? ഹലാവത്തൽ ഈമാൻ ആസ്വദിക്കും. നിങ്ങൾ ശരിക്കും നോക്കിക്കോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, പടച്ചവന് ഇഷ്ടമില്ലാത്ത ഒന്ന് നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളെ മനസ്സ് ആനന്ദിക്കും. വേറൊരാൾക്കിതില്ല, വേറെ ഒരു പടപ്പിന് ഇത് കിട്ടൂല. പടച്ചവന് വെറുപ്പുള്ള ഒന്ന് നിർബന്ധപൂർവം പരിശ്രമിച്ച് കഠിന ത്യാഗം ചെയ്തിട്ട് വേണ്ട എന്ന് വെച്ചു നോക്കൂ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. ഈമാന്റെ മാധുര്യം ഒരുത്തൻ ആസ്വദിക്കും. 3 കാര്യം അവനിൽ ഉണ്ടായാൽ മതി. ഈമാന്റെ മാധുര്യം അവൻ ആസ്വദിക്കും. ഒന്നാമത്തെ എന്താ? മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. പടച്ചവനേക്കാളും അവന്റെ റസൂലിനേക്കാളും പ്രിയപ്പെട്ടവന്ന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാനേക്കാൾ ഇഷ്ടം ഒന്നുമില്ല, പടച്ചവനേക്കാൾ ഇഷ്ടം വേറെ ഒന്നിനുമില്ല. ഇങ്ങനെ ആയി നോക്കൂ. അങ്ങനെ ആയി നോക്കിയാൽ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ഹലവ, മധുരം, ഈമാനിന്റെ മധുരം അവൻ ആസ്വദിക്കാൻ സാധിക്കും. വഅൻ യുഹിബ്ബുൽ മർഅ ലാ യുഹിബ്ബു ഇല്ലല്ലാഹ്. പടച്ചവനക്ക് വേണ്ടിയല്ലാതെ ഒരാളെയും അവൻ സ്നേഹിക്കൂല. പടച്ചവനെതിരായിട്ട് സ്നേഹിക്കൂല, പടച്ചവന് വേണ്ടി മാത്രം അവൻ സ്നേഹിക്കൂ. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫർ. സത്യനിഷേധത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു. പടച്ചവൻ ആ സത്യനിഷേധത്തിൽ നിന്ന്, കുഫറിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയിട്ട് വീണ്ടും ആ കുഫറിലേക്ക് മടങ്ങുക എന്നത് അവനെ സംബന്ധിച്ച് കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് പോലെയാണ്, തീയിലേക്ക് അവനെ അയക്കപ്പെടുന്നത് പോലെയാണ് ഈമാനിന് ശേഷം കുഫറിലേക്ക് പോവുക. ഈ 3 സ്വഭാവങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് എല്ലാം ഉപേക്ഷിക്കാം ആസ്വദിച്ചുകൊണ്ട്. ഇഷ്ടപ്പെട്ടതുണ്ടോ? ഇഷ്ടപ്പെട്ട അവിഹിത ബന്ധങ്ങളുണ്ടോ? ആസ്വദിച്ചിട്ട് ഉപേക്ഷിക്കാം. ഹലാവത്തുൽ ഈമാൻ അനുഭവിച്ചിട്ട് ഉപേക്ഷിക്കാം. പടച്ചവന് വേണ്ടിച്ചത് ഈ 3 ഉണ്ടായാൽ മതി. ഈ 3 സ്വഭാവം നിങ്ങളിൽ ഉണ്ടായാൽ മതി. ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഒരു പണിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ഇനിയുള്ള കാലത്ത് മനുഷ്യനെ അവന്റെ ദേഹേച്ഛയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ വൃത്തികേടുകളും ഒരു റൈറ്റ്സ് ആയിട്ട്, ഇപ്പൊ അങ്ങനെയാണല്ലോ, എല്ലാം റൈറ്റ്സ് ആണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ്, മനുഷ്യാവകാശമാണ്. വ്യഭിചരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ്. ഭാര്യയ്ക്ക് കാമുകനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ്. ഭർത്താവിന് വെപ്പാട്ടിനെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാണ്. ഇതേ മനുഷ്യാവകാശത്തിന്റെ ആൾ തന്നെ
അടിമയെ ഭോഗിച്ചാൽ അത് ജാഹിലിയ കാലഘട്ടം. റസൂലുള്ളാഹിന്റെ കാലത്ത് അടിമ സ്ത്രീയെ ഇണയാക്കിയതിനെ പറ്റിയിട്ട് അവന്റെ ലേഖനം എന്തായിരിക്കും, എസ്സേ എന്തായിരിക്കും? വലിയ തിന്മ, മനുഷ്യാവകാശ ലംഘനം, പാടില്ലാത്തത്. അടിമപ്പെണ്ണിന് ജീവിതമാർഗം, അഭിമാനകരമായ ജീവിതമാർഗം ഉണ്ടാക്കാൻ ആ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തിൽ ഒരേ ഒരു മാർഗമായിരുന്നു അടിമപ്പെണ്ണിനെ ഉടമ സ്വീകരിക്കുക, വേൾക്കുക, ശയിക്കുക, അവളെ പാർട്ട്ണറായിട്ട്, സെക്ഷൽ പാർട്ട്ണറായിട്ട് സ്വീകരിക്കുക. ഉടമ മാത്രം. മനസ്സിലാക്കണം. നാട്ടുകാർ മുഴുവൻ ഭോഗവസ്തുവായി കൊണ്ടു നടന്ന അടിമപ്പെണ്ണിനെ നോക്കിയിട്ട് ഇസ്ലാം പറഞ്ഞു, നിങ്ങളിങ്ങനെ നാട്ടുകാർക്ക് ഭോഗിക്കാനുള്ളതല്ല ഈ പെണ്ണ്, അതിന്റെ ഉടമയുണ്ടല്ലോ അവന് മാത്രമുള്ളതാണ്, വേറൊരാൾ അവളെ ശരീരത്തിൽ തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. അന്ന് മുതൽ അവൾക്കൊരു ജീവിതം കിട്ടി. അന്ന് മുതൽ അവൾക്ക് അവളുടെ കുട്ടിക്ക് തന്തണ്ടായി. അന്ന് മുതലാണ് അവളെ കുട്ടിയുടെ തന്തയുടെ സ്വത്ത് അവളുടെ മക്കൾക്ക് വന്നത്. അന്ന് മുതലാണ് അവൾക്ക് ബന്ധുവുണ്ടായത്. അന്ന് മുതലാണ് അവൾക്ക് സ്വത്തുണ്ടായത്. അടിമത്തം വളരെ മനോഹരമായിട്ട് ഇസ്ലാം ഉടമക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം കൊടുത്തിട്ട് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു, ഇല്ലാതാക്കി. അതിനെപ്പറ്റിയിട്ട് ബോധമില്ലാത്തവൻ അവന്റെ കാഴ്ചപ്പാടെന്താ? ഭാര്യയ്ക്ക് രഹസ്യകാമുകൻ ഉണ്ടാക്കുക എന്നത് ഭാര്യയുടെ അവകാശമാണ്. അവളെ അതിന്റെ പേരിൽ പിന്നെ വിഷമിപ്പിക്കാൻ പാടില്ല പുരുഷന്. ഹൈക്കോടതി സംസാരിച്ച ഭാഷയാണ് ഈ പറയുന്നത്. ഭർത്താവിന് കാമുകയുണ്ടാവുക, വെപ്പാട്ടി ഉണ്ടാവുക എന്നുള്ളത് അവന്റെ അവകാശമാണ്. ഭാര്യയ്ക്ക് വേണമെങ്കിൽ മാറിപ്പോകാം എന്നല്ലാതെ ഭാര്യയ്ക്ക് അതിന്റെ പേരിൽ ഭർത്താവിനെ ചീത്ത പറയാൻ പറ്റൂല. നിങ്ങൾ നോക്കി, ഇവനാണ് ജാഹിലിയ അടിമത്തത്തെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്റെ ഇഷ്ടങ്ങൾ ദൂരേക്ക് വലിച്ചെറിയാൻ എന്നെ പഠിപ്പിക്കുന്ന മതാണ്. ആ മതം തന്നെയാണ്. ആളുകൾ ഇപ്പൊ ചോദിക്കുക, ഇതൊക്കെ ഇസ്ലാമത്തിൽ കനിശാണോ? കനിശാണ്. ഇസ്ലാം എന്തിനാണ് ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ വേണ്ടാത്തത് കൊണ്ട് തന്നെയാണ്. അള്ളാഹുവിന് എന്താണോ ഇഷ്ടം, ആ ഇഷ്ടമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്റെ ഇഷ്ടങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ അത് വലിച്ചെറിയണം. അത് പഠിപ്പിക്കാൻ തന്നെ വന്ന മതാണ് ഇസ്ലാം. അങ്ങനെ തന്നെ വേണം ഇസ്ലാമിനെ നമ്മൾ ഉൾക്കൊള്ളാൻ. അങ്ങനെ ഉൾക്കൊള്ളുന്നവനാണ് ഹലാവത്തുൽ ഈമാൻ ആസ്വദിക്കാൻ സാധിക്കുക. അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിലെ ആസ്വാദനവും അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. മരണാനന്തര ജീവിതത്തിലെ ആസ്വാദനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്താ അള്ളാഹുവിന്റെ റസൂൽ പറയാ? മൻ അഹബ്ബ ലികാ അല്ലാഹ് അഹബ്ബല്ലാഹു ലികാ. ആരെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടാൻ കൊതിച്ചാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളയും കൊതിക്കും. വമൻ കരിഹ ലികാ അല്ലാഹ്. ആരെങ്കിലും അള്ളാഹിനെ കണ്ടുമുട്ടുന്നത് വെറുച്ചാൽ കരിഹല്ലാഹു ലികാഅഹു. അവനെ കണ്ടുമുട്ടുന്നത് അള്ളയും വെറുക്കും. ആയിഷാ ബീവി ചോദിക്കുക, സംശയമായി, പേടിച്ചു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്നതിനെ പറ്റിയിട്ടാണ് അവിടുന്ന് പറയുന്നത്? കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങളൊക്കെ മരണത്തെ വെറുക്കുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ മരണത്തെ വെറുക്കുന്നതിനെ പറ്റിയിട്ട് അല്ലേ താങ്കൾ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറയാ, ലൈസ കദാലിക്, അപ്രകാരമല്ല ആയിഷ. വലാകിന്നൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനുണ്ടല്ലോ, ഇദാ ബുശ്ശിറ ബിറഹ്മത്തില്ലാഹ് വറിദ്വാനിഹി വജന്നതിഹി, അവൻ മരിക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹു മലക്കുകൾ അയച്ചിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയെ പറ്റിയിട്ട് അറിയിക്കും. അവന് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ പറ്റി അറിയിക്കും. അതുപോലെ തന്നെ സ്വർഗം അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൻ കൊതിക്കും, എനിക്ക് എന്റെ റബ്ബിനെ ഒന്ന് പെട്ടെന്ന് കണ്ടുമുട്ടണം എന്ന് മരണത്തെ അവൻ കൊതിച്ചു പോകും. ആ സമയത്ത് അള്ളാഹ് തിരിച്ചും ആഗ്രഹിക്കും, എന്റെ അടിമയെ എനിക്കും കാണണം എന്ന് അള്ളാഹുവും കൊതിക്കും. മനസ്സിലായി? മരിക്കണ സമയത്ത് പടച്ചോൻക്കിഷ്ടമില്ലാത്ത എന്റെ ജീവിതത്തിലെ ഒരു ഇഷ്ടം ഇളക്കി മാറ്റി ഞാൻ വലിച്ചെറിഞ്ഞാൽ, ശരിക്കും മനസ്സിലാക്കിക്കോ, എന്റെ പ്രണയബന്ധമാകട്ടെ, എന്റെ മദ്യപാനമാകട്ടെ, എന്റെ പലിശ വ്യവഹാരങ്ങളാകട്ടെ, എന്റെ ഏതൊക്കെ ഇഷ്ടപ്പെട്ട പാപങ്ങളുണ്ടോ, അവിഹിത ബന്ധങ്ങളുണ്ടോ, വേണ്ടാത്ത കാര്യങ്ങളുണ്ടോ, എനിക്ക് രസം പകരുന്ന തിന്മകളുണ്ടോ, അത് ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എനിക്കിഷ്ടമുണ്ടായിട്ടും ഞാനത് വേണ്ടെന്ന് വെച്ചാൽ മരിക്കുന്ന നേരത്തുണ്ടല്ലോ, അതിന് പകരമായി ആനന്ദത്തിന്റെ ഒരു ലോകം അള്ളാഹു എനിക്ക് കാണിക്കും. അപ്പൊ എനിക്ക് തോന്നും പെട്ടെന്ന് മരിച്ചു പോകണം. മരണത്തെ ഞാൻ അങ്ങോട്ട് കൊതിച്ചു പോകും. മരണമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകും. അങ്ങനെയാണ് ഞാൻ മരിക്കുക, ഞാൻ അങ്ങനെ ചെയ്താൽ. എന്നാൽ എന്റെ ഇഷ്ടം അതിന്റെ പുറകെ തന്നെ ഞാൻ എന്റെ അവിഹിത ബന്ധങ്ങൾ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു, എന്റെ തോന്നിവാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഞാൻ ഇരുന്നു. ഇന്നൽ കാഫിർ,
അങ്ങനെ ഞാൻ സത്യനിഷേധിയായി മരിച്ചാൽ ഇദാ ബുശ്ശിറ ബിഅദാബില്ല, പടച്ചവൻ മരണത്തിന്റെ മുമ്പ് എന്നെ അറിയിക്കുന്നത് എന്താണെന്നറിയോ? എനിക്ക് വച്ചിരിക്കുന്ന ശിക്ഷയെപ്പറ്റി, വസഖ്തിഹി, അവന്റെ കോപത്തെപ്പറ്റി. ആ കോപവും ശിക്ഷയും നേർക്കുനേരെ ഞാൻ കാണും മരിക്കുന്നതിന് മുമ്പ്. കരിഹലിക്ക അല്ലാഹ്, അപ്പോൾ അള്ളാനെ കാണുന്നത് എനിക്ക് വെറുപ്പാകും. വകരിഹല്ലാഹു ലിക്കാഹു, ആ സമയത്ത് എന്നെ കാണുന്നത് അള്ളാഹുവിനും വെറുപ്പാകും. ശരിക്കും മനസ്സിലാക്കി. അങ്ങനെ ഈ രണ്ടിൽ ഒരു രൂപത്തിലേ നമ്മൾ മരിക്കൂ. ഒന്നില്ലെങ്കിൽ പടച്ചവനെ കാണാൻ കൊതിയായിട്ട്, മരിക്കാൻ കൊതിയായിട്ട്, മരണാനന്തര ശേഷമുള്ള നന്മകൾ ആസ്വദിക്കാൻ കൊതിയായിട്ട്, പൂതിയായിട്ട് നമ്മൾ മരിക്കും. അല്ലെങ്കിലോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുത്തിട്ട്, മരണാനന്തര ശേഷമുള്ള ജീവിതത്തെ വെറുത്തിട്ട് നമ്മൾ മരിക്കും. രണ്ടിലൊന്നാം മരിക്കാം. രണ്ടിലൊരു രൂപത്തിൽ നമ്മൾ മരിക്കും, ഉറപ്പാണ്. രണ്ടിലൊരു രൂപത്തിൽ നമ്മൾ മരിക്കും. അതിൽ ഒന്നാമത്തെ മരണം, നല്ല മരണം, അതെനിക്ക് ആസ്വദിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ജീവിതത്തിൽ പടച്ചവൻ എത്ര വെറുപ്പുള്ള കാര്യങ്ങളുണ്ട് ഞാൻ നോക്കണം. എത്ര കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ എത്രയെണ്ണം ഞാൻ കളയണം. അത് നമ്മൾ ശ്രമിക്കണം, ഒരുങ്ങണം. വിശുദ്ധ റമളാൻ വരികയാണ്, ഒരുങ്ങാനുള്ള സമയം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഒരുങ്ങാനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്റെ എല്ലാ ഇഷ്ടങ്ങളും ഈ റമളാനോട് കൂടി അത് മുഴുവൻ കളഞ്ഞു പരിശുദ്ധമാകാനും പടച്ചവന്റെ ഇഷ്ടങ്ങൾ മാത്രം എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ സമാഗതമാവുകയാണ്. എല്ലാ റമളാനിലും നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാവപ്പെട്ട നിർധനരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു കിറ്റ്, ഭക്ഷണത്തിന്റെ കിറ്റ്, ഒരു മാസം നോമ്പ് തുറക്കാനും അത്താഴം കഴിക്കാനും ഒക്കെയുള്ള ഒരു ഭക്ഷണ കിറ്റ് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 168 കിറ്റുകളാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് കൊടുത്തത്. ഒരു കിറ്റിന് 1500 രൂപയാണ്. 1500 രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ പേരിൽ ഒരു കിറ്റ് ഈ പ്രദേശത്തെ പാവപ്പെട്ടവന്റെ, മുസ്ലിമായ പാവപ്പെട്ടവന്റെ, നോമ്പ് നോൽക്കുന്ന പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എത്തും. അതെത്തിയാൽ ആ ഒരു മാസം നിങ്ങൾ കൊടുത്ത കിറ്റിൽ നിന്നാണ് അവൻ നോമ്പ് തുറന്നത്. ആ ഒരു മാസം നിങ്ങൾ കൊടുത്ത കിറ്റിൽ നിന്നാണ് അവൻ അത്താഴം കഴിച്ചത്, അവന്റെ കുടുംബം അത്താഴം കഴിച്ചത്. എങ്കിൽ ഒരു മാസം എത്ര പ്രതിഫലം നിങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ മരിക്കന്നെ നിവൃത്തിയുള്ളൂ. ഒരു മനുഷ്യനത് എണ്ണാൻ പറ്റൂല, അതിന്റെ വലിപ്പം കണക്കാക്കാൻ പറ്റൂല. മരിച്ചിട്ട് പടച്ചവന്റെ അടുത്തെത്തുമ്പോൾ, കാരണം അള്ളാഹു ഒരു സൽക്കർമ്മം ഇരട്ടിയായിട്ടാണ് തിരിച്ചു നൽകുക, അതേ അളവിൽ തരില്ല, ഇരട്ടിയായിട്ടാണ് തരിക. അതുകൊണ്ട് തന്നെ ഇതിനെത്ര കിട്ടി എന്നത് നേർക്ക് നേരെ അള്ളാനെ കണ്ടുമുട്ടുന്ന സമയത്ത് മാത്രം അറിയും. അത്ര വലിയ ഒരു കാര്യമാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളെ കഴിയുന്ന പരമാവധി സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഈ കിറ്റ് വർദ്ധിപ്പിക്കുവാനും ആളുകളിലേക്ക് എത്തിക്കാനും വേണ്ടി നമ്മുടെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണ 168 വീടുകളിൽ നിന്ന് ആ വീടുകളിലെ ആളുകൾ അനുഭവിച്ച ആ റമളാൻ കാലത്ത് അവർ ആസ്വദിച്ച ഭക്ഷണത്തിന്റെ, വെള്ളത്തിന്റെ, മറ്റുള്ള കാര്യങ്ങളുടെ ഒക്കെ ഒരു വിഹിതം ആ 168 കിറ്റുകൾ സ്പോൺസർ ചെയ്ത ആളുകൾക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ നെയ്യത്തനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു തആല ഇരട്ടി പ്രതിഫലമായി അവർക്ക് നിശ്ചയിക്കുമാറാകട്ടെ. നോമ്പ് മുറിപ്പിച്ചതിന്റെ, നോമ്പിന്റെ സമയത്ത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ എല്ലാം പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ഈ നന്മയുമായിട്ട് സഹകരിക്കുക എന്ന് ഓർമ്മപ്പെടുത്താണ്. സഹോദരങ്ങളെ, നമ്മുടെ 2 സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഒരു സഹോദരന്റെ മകനാണ്, അദ്ദേഹത്തിന് തീരെ സുഖമില്ല, ആ അസുഖം മാറുന്നില്ല, അങ്ങനെ നീണ്ടു പോവുകയാണ്. അദ്ദേഹത്തിന് ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ, സമ്പൂർണമായ രോഗശമനം നൽകുമാറാകട്ടെ. സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാത്ത വിധത്തിൽ അല്ലാഹു
പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ അദ്ദേഹത്തിന് വീണ്ടും സജീവമാകാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, ഒരു സഹോദരിയാണ്. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. അവരുടെ ഞരമ്പുകളിൽ ബ്ലഡ് കോട്ടാവുകയാണ്. കോട്ടാവുന്നു എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉരുകിയതുപോലെ ആവുകയാണ്. പുതിയ കോട്ടിങ്ങുകളൊക്കെ ക്ലോട്ടായതൊക്കെ ഡോക്ടേഴ്സ് എടുത്ത് കളഞ്ഞു. പഴയത് എടുക്കാൻ പറ്റാതെ ICUയിലാണ്, വെന്റിലേറ്ററിലുള്ള അവസ്ഥയിലാണ്. അവരുടെ ബന്ധു വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല സഹോദരിക്ക് സമ്പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. അവർക്ക് അനുഭവിക്കുന്ന പ്രയാസത്തെ തൊട്ട് അവർക്ക് രോഗശമനത്തിന് വേണ്ടി നിമിത്തമാകാൻ അവരെ ചികിത്സിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് അവരെയും അവരുടെ കുടുംബത്തെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും മാരക രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടുകൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടെ ജീവിക്കാനും ഈമാനോട് മരിക്കാനും ഈമാനോട് ഉയർത്തെഴുന്നേൽക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടുന്ന ഒരുപാട് സഹകരണങ്ങൾ, സഹായങ്ങൾ ചെയ്ത മനുഷ്യന്മാർ, അവർക്കെല്ലാം അവരുടെ ഖബറുകളെല്ലാം അള്ളാഹു വെളിച്ചമുള്ളതാക്കട്ടെ. ആ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ള വാതിലുകൾ ആ ഖബറുകളിലേക്ക് അള്ളാഹു തുറന്നു വെക്കുമാറാകട്ടെ. സമാധാനത്തോടെ, സന്തോഷത്തോടെ, സ്വർഗത്തിൽ ചേരാനുള്ള ആനന്ദത്തോടെ ആ ഖബറുകളിൽ ഉറങ്ങാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.